കുറേ ദിവസങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം പനിയും ചുമയും തൊണ്ടയ്ക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു, പിന്നെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടിപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പുതിയ വെറൈറ്റി സാധനം, ഇറ്റാലിയൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധനങ്ങളാണ്: പാല് വേണം, ഈസ്റ്റ് വേണം, പഞ്ചസാര വേണം, മൈദ വേണം. ചെറിയ ഐറ്റംസേ ഉള്ളൂ, എളുപ്പം ഉണ്ടാക്കാം. പിള്ളേർ 4 മണിക്ക് എന്നാ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്താന്ന് ഇങ്ങനെ ഒരു കുടുക്ക് പരിപാടി ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് തുടങ്ങുവാണ്. ആ ഫുഡിൻ്റെ പേരെന്താണെന്നറിയാമോ? ഒരു ഇറ്റാലിയൻ ഫുഡാണ്, ഇറ്റാലിയൻ ബോംബലോണെ. വെറൈറ്റി ഫുഡാണ്. നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ, ഒന്ന് കഴിച്ചു നോക്കാമല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇറ്റാലിയൻകാർ തന്നെ കഴിച്ചാൽ പോരല്ലോ, നമ്മളും കഴിക്കണ്ടേ? അപ്പം എല്ലാവരും അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അതിനായിട്ട് ഈ കപ്പിന് 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml ആണ്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ പഞ്ചസാര വേണം, 2 സ്പൂണ് പഞ്ചസാര. ഇതാദ്യം നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ പാലും പഞ്ചസാര ഈസ്റ്റും കൂടി ഇളക്കി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1/2 കിലോ മൈദയാണ് ഇടാൻ പോകുന്നത്. രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ, ഒരു പിഞ്ച് ഉപ്പ്. മധുരമുള്ള എല്ലാ സാധനത്തിനും ഉപ്പ് വേണമല്ലോ. പിന്നെ 5 സ്പൂണ് പഞ്ചസാര. നേരത്തെ നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഇനി എസൻസ് വേണം. വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്, 1 ടീസ്പൂൺ. നമുക്കൊരു മണം കിട്ടാൻ വേണ്ടി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നാരങ്ങയുടെ തൊലി ചിരണ്ടി വെച്ചിട്ടുണ്ട്. നാരങ്ങയുടെ ഓറഞ്ചിൻ്റെ ആയാലും നല്ലതാണ്, ഏതായാലും കുഴപ്പമില്ല. ഇവിടെ ഓറഞ്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ട് നാരങ്ങയുടെ എടുത്തന്നേ ഉള്ളൂ, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ നമ്മുടെ മാവെല്ലാം റെഡിയായി കേട്ടോ. മാവ് നീണ്ടു പോയാലും ആരും പേടിക്കണ്ട കേട്ടോ. അതിൻ്റെ പുറകെ മൈദ ഇട്ടിട്ട് മാവ് ടൈറ്റ് ആക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ടൈറ്റാക്കി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ടൈറ്റ് ആകരുത്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എസൻസിൻ്റെ ആ നാരങ്ങ തൊലിയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറയാം, ഒരു 50 ഗ്രാം ബട്ടറോട് ഇട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇത് ബട്ടറും കൂടി ഇട്ട് ഇളക്കി സോഫ്റ്റായി. ഇപ്പം പിന്നെ റിപ്പബ്ലിക് ഡേ അല്ലേ, പിള്ളേർക്കെല്ലാം അവധിയാണ്. അപ്പം പിള്ളേർ എൻ്റെ അടുത്ത് 4 മണിക്ക് കഴിക്കുന്ന എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി താന്നും പറഞ്ഞു കാരണം അപ്പോൾ ഞാൻ ഓർത്തിങ്ങനെ എന്നാ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇന്ത്യൻ ഫുഡൊന്നും വേണ്ടല്ലോ, ഇറ്റാലിയൻ, കൊറിയൻ ഇതൊക്കെ മതിയല്ലോ.
എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി ഇത് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുവാണ്. ടൈറ്റായിട്ടുള്ള അടപ്പായിരിക്കണം, നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണിക്കാം. നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ചായിരുന്നല്ലോ, അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ചെറിയ ബോളുകളാക്കി എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ റോളാക്കി, ഈ റോളാക്കിയതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതിനെ വീണ്ടും നമ്മൾ ബോളാക്കാൻ പോവാം. ഇതാണ്ടാ നമ്മുടെ മാവെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചു. ഇനി ഗ്യാസ് കത്തിക്കാൻ പോവാണ്. കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചത് വറുത്തെടുക്കാൻ പോവാം. എളുപ്പമുള്ള പരിപാടിയാണ്. എല്ലാവരും ഒന്ന് നോക്കണേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ഉണ്ടൊന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് പറയണം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോഴും നമ്മൾ ഈ ബേക്കറിയിലെ പലഹാരങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും. നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ. എണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ ബോളൊക്കെ ശരിയായി ഉരുട്ടിയെടുത്തു. ഇനിയിപ്പോൾ എണ്ണ തിളച്ചു. ഇനി തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഈ ഓരോ ബോളും എടുത്തിടുകയാണ്. ബോളിൻ്റെ വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ. ചെറുതാക്കണേ ആക്കാം, വലുതാക്കണേ ആക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അതിൻ്റെ ഒരു വശം ചൂടായ ഉടനെ നമുക്ക് മറിച്ചിടാം. കണ്ട നമ്മുടെ വെറൈറ്റി ഫുഡ് റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതെന്ത് ചെയ്യണമെന്നറിയാവോ? ഇതിൻ്റെ നടുക്കോട്ട് നമ്മളൊരു ചോക്ലേറ്റ് ഇടാനായിട്ട് ഒരു ഹോൾ ഇടുകയാണ്. ഒരു ഹോളിട്ട് ഇതിനകത്ത് ചോക്ലേറ്റ് നിറയ്ക്കാൻ പോവുക. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതായാലും അത് മതി. കണ്ട എല്ലാവരും കണ്ട അപ്പം നമ്മുടെ ഇറ്റാലിയൻ ഫുഡ് റെഡിയായി. നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൊച്ചുമക്കളെല്ലാം കഴിച്ചു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരു വെറൈറ്റി. അതിൻ്റെ വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയെങ്കിലും
ഉണ്ടാക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.